Hi all, let us continue with the last class color and the electronic spectra. We already told that the color of a compound arises due to the electronic transition from lower uh, energy state or ground state to the excited state or higher energy state as shown in this figure. കളർ എന്ന് പറയുന്നത് ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. When a photon having energy equal to the difference between the ground state and the excited state strike the compound, the electrons present in the ground state get promoted to the excited state. That is the promotion or excitation of an electron from ground state to the excited state is called electronic transition. Okay, in complexes the electronic transition takes place from T2G to EG in the case of octahedral complexes and E to T2 in the case of tetrahedral complexes, and such type of transitions are called DD transition. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതൊക്കെ. കളർ എന്ന് പറയുന്നത് ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്നും ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ഓർ എന്താ പറയാ എനർജി അബ്സോർബ് ചെയ്ത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എനർജി എമിറ്റ് ചെയ്യും. ദാറ്റ് കോംപ്ലിമെന്ററി റേഞ്ച് ഓർ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും ദ കളർ ഓഫ് ദി കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഒക്ടഹെഡ്രലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ T2G ആണ് ലോവർ എനർജി സ്റ്റേറ്റ്, EG ആണ് ഹയർ എനർജി സ്റ്റേറ്റ്. അതിലുള്ള ട്രാൻസിഷൻ ആണ് നമ്മൾ DD, ദാറ്റ് ഈസ് ഡി ഓർബിറ്റൽസിൽ നിന്ന് ഡി ഓർബിറ്റൽസിലേക്കുള്ള ട്രാൻസിഷൻ ആയതുകൊണ്ട് അതിനെ DD ട്രാൻസിഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ടെട്രഹൈഡ്രൽ കേസ് ആണെങ്കിൽ ദ ഇലക്ട്രോൺ ഈസ് ജംപ് ഫ്രം E, ലോവർ എനർജി ഓർബിറ്റൽ എന്ന് പറയുന്നത് E ആണ്, ഹയർ എനർജി ഓർബിറ്റൽ എന്ന് പറയുന്നത് T2. ഇയിൽ നിന്നും T2യിലേക്കാണ് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് DD transition. And also if the electromagnetic radiation absorbed by a compound is lie in the UV or IR region, this radiation is in the range UV or IR region, then the transmitted or reflected light will be lie in the UV or IR region and the compound appears colorless. അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് UV or IR റീജിയനിലാണെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനും UV or IR റീജിയനിലായിരിക്കും. Then the complex should be colorless. UV അല്ലെങ്കിൽ IR റീജിയനിലാണെങ്കിൽ നമുക്ക് അറിയാം അതിന് കളർലെസ് ആയിരിക്കും. But it should be if the radiation should be in the region visible. വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമേ കോംപ്ലെക്സ് കളേർഡ് ആവുന്നുള്ളൂ. ഓക്കെ. Okay. If the electromagnetic radiation absorbed by a compound lie in the UV or visible region, then the compound appears colorless. And also the energy of absorbed light depends on the spacing between ground and excited state. The energy of separation between these two states is given by delta E. എന്ന് വെച്ചാൽ എനർജി അബ്സോർബ് ചെയ്യുന്ന എനർജി ഓർ ലൈറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഇ മീൻസ് E2 മൈനസ് E1. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ E2 ഹയർ സ്റ്റേറ്റിൽ നിന്നും ലോവർ സ്റ്റേറ്റിന്റെ എനർജി ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ, വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ന്യൂക്ക് പകരം 1/λ എന്ന് എഴുതാം ഓർ C/λ എന്ന് എഴുതാം. hc by lambda, that is h nu hc nu bar is the wave number. Okay, 1/λ എന്നുള്ളതിന് പകരം nu bar എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പം ഒക്ടഹെഡ്രലിന്റെ കേസ് ആണ് പറയുന്നതെങ്കിൽ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ ഒ ആയിരിക്കും. മീൻസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ, അതായിരിക്കും ഇവിടെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. T2G EG തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ഒ. അതേപോലെ തന്നെ ടെട്രഹെഡ്രലിന്റെ കേസിലാണെങ്കിൽ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ആ ഇയും T2ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ദാറ്റ് ഇസ് ഡെൽറ്റ ടി. സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രഹെഡ്രൽ കോംപ്ലക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ടി ആയിരിക്കും ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ടി അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ
bar ഒക്കെ ലാംഡ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാംഡ തരികയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു എനർജി, ഇതൊക്കെ നമുക്ക് അറിയുന്ന വാല്യൂ തന്നെയാണ്. ഇറ്റ്സ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, the velocity of light, wavelength of light absorbed, frequency of light absorbed, and mu bar is the wave number. Okay. And also we can calculate the intensity of these absorption bands. Absorb ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും by using Beer-Lambert law. Beer and Lambert എന്ന് പറയുന്ന 2 scientists ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. And this Beer-Lambert law states that when a monochromatic light of initial intensity I0 passes through a solution, then some of the light is absorbed so that the intensity of transmitted light is less than I0. There is some loss of light intensity from scattering of the particles in the solution and reflection at this interface, but mainly from the absorption by the solution. That means ഒരു monochromatic light നമ്മുടെ സൊല്യൂഷനിലേക്ക്, ഒരു കോംപ്ലക്സ് ഉള്ള സൊല്യൂഷനിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഹാവിങ് ഇന്റൻസിറ്റി I0, ഇനീഷ്യൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷനിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇന്റൻസിറ്റി അബ്സോർബ് ചെയ്യും. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇന്റൻസിറ്റി അത് അബ്സോർബ് ചെയ്യും, ചെറിയൊരു എമൗണ്ട് സ്കാറ്റർ ചെയ്യും, റിഫ്ലക്ട് ചെയ്യും ഒക്കെ ചെയ്യും. ബാക്കിയുള്ള ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഹാവിങ് ഇന്റൻസിറ്റി I, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ I0. നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഇന്റൻസിറ്റിയിനേക്കാളും കുറവായിരിക്കും ദിസ് I എന്ന് പറയുന്നത്. വി നോ ദാറ്റ്. കാരണം എന്താ? അത് അബ്സോർബ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും ഒക്കെ ചെയ്തത്. മെയിൻ ആയിട്ട് അത് അബ്സോർപ്ഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് ഓഫ് I0. And Beer and Lambert state that this decreasing intensity of light is proportional to the concentration of the solution and path length of the solution. ഈ ഒരു ഇന്റൻസിറ്റി ഡിക്രീസ് എന്ന് പറയുന്നത് ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെയും അതേപോലെ തന്നെ അതിന്റെ പാത്ത് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബീർ ലാംബർട്ട് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക് ലൈറ്റ് നമ്മൾ പാസ് ചെയ്യിക്കുന്നു. ഇൻസിഡന്റ് ബീം ഇന്റൻസിറ്റി I0 ഓഫ് എ സൊല്യൂഷൻ, ഇതിന്റെ ഡെപ്ത് ഡിയും അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ സിയും, ആൻഡ് ഓൾസോ ദ എമർജന്റ് ബീം ഓഫ് ഇന്റൻസിറ്റി I. Then according to Beer-Lambert law, the absorbance, A means absorbance, എത്ര intensity of light absorb ചെയ്യുന്നു എന്നുള്ളത്, which is equal to log I0 by I. I0 is the intensity of incident light and I is the intensity of transmitted light. Then absorbance A is equal to log I0 by I, which is proportional to CL, that is path length and concentration of the solution. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എപ്സിലോൺ CL. With this epsilon is called molar absorptivity or molar absorption coefficient. This is the Beer-Lambert law. That is, when a light of intensity I0 of given wave number nu bar or wavelength pass through a solution, then light transmit with a intensity I which is lower than the intensity of incident light I0. Then according to Beer-Lambert law, absorbance of the solution is given by A is equal to log I0 by I, which is equal to epsilon CL. And A is the absorbance and epsilon is the molar absorptivity or molar absorption coefficient, L is the path length and C is the concentration of the solution. And a plot of absorbance versus wavelength or wave number is called absorption spectra. That is, plot of absorbance versus wavelength or wave number is called absorption spectra. Okay, this is the absorption spectra. Here absorbance is plotted against wave number.
we get a curve with a hump. Okay. Okay, this is all about color and electronic spectra. Thank you.